ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നീണ്ടകരയിൽ ഒരു ബോട്ടിൻ്റെ സ്റ്റോറേജ് റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കയറിയ നീണ്ടകരയിലുള്ള ഒരു ബോട്ടിലുള്ള മീനുകളുണ്ട്. ഒരു സൈഡിലേക്കാണ് ഇഷ്ടംപോലെ മീനുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നൊത്തോലിയാണ് കൂടുതലും, നൊത്തോലിയും ചാളയും ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഈ ഒരു സൈഡിൽ മീൻ വാഷ് ചെയ്തിട്ടാണ് സംഭവം ഇപ്പുറത്തോട്ട് ഇടുന്നത്. അപ്പോൾ നീണ്ടകരയിലുള്ള നമ്മൾ കയറിയ ആ ഒരു വള്ളത്തിലുള്ള മീനുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പുറത്തെ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് സംഭവം മീൻ താഴത്തെ സ്റ്റോറേജ് റൂമിൽ നിന്ന് എടുത്തിട്ട് വെളിയിലാണ് ഈ കൊണ്ട് സംഭവം ഇതുപോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്തുള്ള ലേലം സംഘടനയിലോട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു താഴെയുള്ള സ്റ്റോറേജ് എഞ്ചിനൊക്കെ ഇരിക്കുന്ന ഒരു പോർഷനാണ്. ഇതിൻ്റെ താഴോട്ടാണ് സ്റ്റോറേജ് റൂമിൽ സംഭവം ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ബോട്ടിൽ ഈ പെട്ടിയിലൊക്കെയാണ് മീനൊക്കെ എടുക്കുന്നത്. ഈ ഒരു സൈഡൊക്കെയാണെങ്കിൽ ക്യാൻ വാട്ടർ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ഇതാണ് ആക്ച്വലി നമ്മൾ വന്ന ഈ ഒരു ബോട്ട്. അപ്പുറ സൈഡൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. ഈ ഒരു ബോട്ടിൻ്റെ പേര് സെൻറ്റ് ജോൺ എന്നാണ് ഈ ഒരു ബോട്ടിൻ്റെ പേര്. ഒരു സൈഡിലേക്കാണ് ഇതാണ് സിൻഡെക്സിൻ്റെ ഇതുപോലുള്ള ടാങ്കിലൊക്കെയാണ് കുളിക്കാനൊക്കെ ആണെങ്കിൽ വെള്ളം എടുത്ത് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോട്ടിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റ് പോകുന്നില്ല. ഈ ചടി കൂടെ പോകാൻ പറ്റി. ഇവിടെ ടൈറ്റാണ്. നമുക്ക് അതിലേക്കൂടെ പോയി കാണിച്ചുതരാം. ഇപ്പുറത്തെ സൈഡൊക്കെയാണ് ഈ താഴിലൂടെ മുട്ടോലിയൊക്കെയാണ് ഇഷ്ടംപോലെ ഇട്ട് വച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അടിയിലോട്ട് പോകാം. ഇതാണ് ആക്ച്വലി ടാങ്കലിരിക്കുന്ന ഒരു സ്പേസ്. നമ്മൾ നീണ്ടകരയിൽ വന്ന സമയത്ത് വേറൊരു ബോട്ടിൽ കയറി. ആ ഒരു ബോട്ടിൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറേജ് റൂമാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ ഇതാ സംഭവം ബ്രോയാണെങ്കിൽ ഇതാ മീനൊക്കെ ആണെങ്കിൽ എടുത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ അതിനെയും ചാളയൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇപ്പുറത്തെ ഇതുപോലെ മീനൊക്കെയാണെങ്കിൽ ബോക്സിൽ സാധാരണ ഇവിടെ ഐസൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത്. മീനും കാണും, അതുകൂടാതെ തന്നെ മീനല്ലാതെ ഇതുപോലെ മീനിൻ്റെ വേസ്റ്റ് കാണും. അതൊക്കെ ആണെങ്കിൽ ഫുഡിനും മറ്റേ വേറെ പരിപാടിക്കൊക്കെയാണ് സംഭവം പ്രോസസ്സിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വളത്തിനൊക്കെ ഈ ഒരു സൈഡിലേക്ക് കണ്ട ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്റ്റോറേജ് സ്പേസിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഐസൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വള്ളത്തിൽ ആക്ച്വലി വന്നിട്ട് ചെറിയ മീനുകളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇപ്പുറ സൈഡിലേക്കാണ് കുറച്ച് മീനുള്ളൂ. ഓൾമോസ്റ്റ് സംഭവം പോയി കഴിഞ്ഞു. ഓക്കെ, ഇത് സ്റ്റോറേജ് ഒരു സ്പേസാണ്. ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് മീനൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെയും അതുപോലെ തന്നെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡിലേക്കാണെങ്കിൽ യൂട്യൂബറാ. This is me. Ayla. Red ಜಾಸ್ತಿ ಇಪ್ಪು. red ಜಾಸ್ತಿ ayla. Fresh ayla, പച്ച ayla. എന്തൊക്കെ മീനുണ്ടായിരുന്നു ഈ ബോട്ടിൽ? ಒಳ್ಳೆ ಇಪ್ಪು ಮೂರು ayla ಮುಳುಗವಾಚಿ ಪಕ್ಕ ಮೀನು ಕಡ್ತು. ಪಾನಿ ಸರಿ ಇಲ್ಲ. ಅದಕ್ಕೆ ಕರೆ ಬಂದ. ನಾಳೆ ಮುಳುಗಬೋ. ಓಕೆ. ನಾಳೆ ನೋಡ. ಇನ್ನಿಪ್ಪು ನಾಳೆ ಹೋಗ್ತಿಲ್ಲ. മീൻ ഓൾമോസ്റ്റ് സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. പച്ച ഫ്രഷ് ayla. അപ്പുറത്ത് അയില എടുക്കുന്നില്ലേ? ഫ്രഷ് ayla. Hi guys, subscribe channel, like, share, comment, just ഓക്കെ, ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ ഇതാ മീൻ സംഭവം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മീൻ ഇതുപോലെയാണ് മീൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്.
കൊഴിയാളാടാ സ്റ്റാൾ ഇത് കൊഴിയാളാ കൊഴിയാള അടുത്തേട് ആണോ വീഡിയോയുടെ ആളാണ് അപ്പൊ യൂട്യൂബർ അവൻ ആണോ ടിക്ടോക്കിന്റെ ആളാ ഇത് നെയ്മീനാ ഇങ്ങനെ ഉണ്ടായിരുന്നല്ല പുറത്ത് ഇത് സ്റ്റാളിലേക്ക് മാറ്റി ഒരു നെയ്മീൻ മാത്രമേ ഉള്ളൂ അല്ലല്ല ഉണ്ടായിരുന്നു കൊടുത്തു കൊടുത്തല്ലേ ഓക്കെ അപ്പയിലെ കൊടുത്തുണ്ടായിരുന്നു കൊടുത്തു ഉണ്ടായിരുന്നല്ലേ അയ്യാടാ കൊച്ചുമ്പാട് ഇല്ല ഒറ്റപ്പാറ്